ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 15 വേഴ്സ് 20. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യാൻ ആരോടും അവിടുന്ന് കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല എന്നാണ് കർത്താവ് വചനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ദൈവം ചെയ്യുന്ന കാര്യം, ഒരു വ്യക്തി പാപം ചെയ്യാൻ പോകുമ്പോൾ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവനെ പാപത്തിൽ നിന്ന് തടയാനാണ് ദൈവം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രത്യേക ന്യായീകരണം, ഒരു പ്രത്യേക മുട്ടായുക്തി. കുറച്ച് പാപമൊക്കെ ചെയ്താലൊന്നും കുഴപ്പമില്ല, കുറച്ചൊക്കെ ദൈവം കണ്ണടയ്ക്കും. അങ്ങനെ ഒരു പാപമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കുറച്ച് പാപമൊക്കെ ചെയ്യാം, അതിപ്പോ കുറച്ച് മദ്യപാനം അതൊക്കെ ദൈവം അനുഭവിച്ചിട്ടുള്ളതാ. അങ്ങനെ പറയുന്ന ചില ആൾക്കാരെ എൻ്റെ ശ്രദ്ധപ്പെടാതെ ഇടവന്നിട്ടുണ്ട്. അങ്ങനെ 100% വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുമോ? എന്നാൽ എഴുതപ്പെട്ട വചനം പഠിപ്പിച്ചിരുന്ന കാര്യം തന്നെയാണ്, പാപം ചെയ്യാൻ അവിടുന്ന് ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല, ആരോടും കൽപ്പിച്ചിട്ടുമില്ല. മറിച്ച് നമ്മുടെ ദൈവം ചെയ്യുന്ന കാര്യം, ഒരു വ്യക്തി അറിയാതെ പാപത്തിലേക്ക് പോവുകയാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും പാപത്തിൽ നിന്ന് ദൈവം ആരിലൂടെയെങ്കിലും അവനെ പിന്തിരിപ്പിച്ച് പാപത്തിൽ നിന്ന് തടയാനാണ് ദൈവം പരിശ്രമിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുമ്പോൾ, പാപം ചെയ്യരുതെന്ന് പറയുകയും പാപത്തിലേക്ക് പോകുന്ന വ്യക്തിയെ പാപത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നത്? അതിന് കാരണം നമ്മൾ വായിക്കുന്നത് യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ തിരുലിഖിതമാണ്. എന്തെന്നാൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വ്രത ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്തെന്നാൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വ്രത ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം മാതാവിന്റെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകി ഈ ലോകത്തിലേക്ക് നമ്മളെ അയക്കുമ്പോൾ ദൈവം ഒരു സംഗതി നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവുമായി നിരന്തരം സംവദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ ഇരുന്നോണ്ട് അതിന്റെ കൺട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം തന്നെ ആത്മാവിനെ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിട്ട് ദൈവം ഈ ആത്മാവിനെ അഭിലഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹമൊന്നും മാത്രമല്ല, ഒരു പാഷനോട് കൂടി എന്ന് പറഞ്ഞാൽ അതുപോലെ ഇഷ്ടത്തിന്റെ ഏറ്റവും, ആഗ്രഹത്തിന്റെ ഏറ്റവും അങ്ങേറ്റം, അതുപോലെ പാഷനേറ്റ് ആയിട്ട് ദൈവം ആ ആത്മാവിനെ അഭിലഷിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവം നിക്ഷേപിക്കുന്ന ഈ ആത്മാവ് ഈ ലോകത്തിൽ മരണത്തിന് ശേഷം ശരീരത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുകയും അവസാന നാളുകളിൽ കർത്താവിന്റെ 2-ാമത്തെ ആഗമനത്തിൽ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് ആത്മാവുമായി ചേരുകയും ചെയ്യുമെന്നാണ് വചനവും തിരുസഭയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചു വിട്ടിരിക്കുന്ന ആത്മാവിന്റെ തിരിച്ചു വരവിന് വേണ്ടി അസൂയയോടെ എന്നതുപോലെ കാത്തിരിക്കുക. അത് നെഗറ്റീവ് അർത്ഥമല്ല, പോസിറ്റീവ് അർത്ഥമാണ്. അസൂയയോടെ അഭിലഷിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും, അതിൽ ജീവിത പങ്കാളി ഒരു വിദേശ രാജ്യത്താന്ന് വിചാരിക്കുക. അപ്പൊ വീട്ടിലുള്ള ജീവിത പങ്കാളി, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, തന്റെ ജീവിത പങ്കാളിയുടെ വരവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകൻ ദൂരദേശത്ത് ജോലിക്ക് പോയിരിക്കുകയാണെങ്കിൽ അപ്പനും അമ്മയും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. ഞാൻ നോക്കാണ്, ഞാൻ സെമിനാരിൽ ചേർന്ന കാലഘട്ടങ്ങളിൽ
ഞാൻ അവധിയുടെ സമയമാകുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി അപ്പനും അമ്മയും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നത് ഞാൻ ഓർക്കാണ്. അപ്പോ ഒരു മനുഷ്യ വ്യക്തിക്ക് തൻ്റെ രക്തത്തിന്റെ തിരിച്ചു വരവിന് എത്രമാത്രം ആഗ്രഹമുണ്ടോ അതിനേക്കാൾ 10,000 മടങ്ങ് ആഗ്രഹത്തോടെ സൃഷ്ടാവ് തൻ്റെ സൃഷ്ടിയുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തൻ്റെ സ്വന്തം ചായലിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ആത്മാവ് കർത്താവ് ഒരു സ്ഥലത്ത് തിരിച്ചു വരുന്നതിന് തടസ്സമായി പാപങ്ങളോ പാപക്കറയോ പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം അതിനെ തടയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തി അവിടെ വെച്ച് മരണമടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജീവിതകാലന്റെ വിഷമം എന്താണെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് വേണ്ടി കർത്താവ് നമ്മളെ വിട്ടിട്ട് ഈ ഭൂമിയിൽ വെച്ചത് അവസാനിച്ചു പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗപിതാവിന് എന്തുമാത്രം വിഷമമുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരു വ്യക്തി ഇപ്പൊ ഒരാൾ ദൂരദേശത്ത് വെച്ച് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്നൊരു ഭയങ്കരമായ കരച്ചില്, ഒരുപാട് വിഷമം, ഒരുപാട് ബുദ്ധിമുട്ടുകള്. ഈ പട്ടാളത്തിൽ ചേർന്നോ അവിടെ വെച്ചൊരു യുദ്ധത്തിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന കുടുംബം തകർന്ന് കിടന്ന് കരയും എന്ന് പറയുന്നത് പോലെ എന്റെ സഹോദരങ്ങളെ, ഈ ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു കുഞ്ഞു പാപത്തിലേക്ക് പോകുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വചനം പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 5-6 തിരുവചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ട് ആ ശരീരം, ആ ആത്മാവ്, ആ മനസ്സ് ചേരുന്ന ആ മനുഷ്യ വ്യക്തി അവന്റെ ദുഷ്ടത വർദ്ധിച്ച് അവന്റെ ചിന്തയും ഭാവന എപ്പോഴും ദുഷിച്ചതാണ്. അവൻ പാപത്തിനാണ് താല്പര്യം. അങ്ങനെ ഒരു വ്യക്തി ചിന്ത ഭാവന ഇതുവഴി പാപത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ ആ മനുഷ്യൻ സൃഷ്ടിച്ചതോർത്ത് പരിതപിച്ചു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ചില മക്കളൊക്കെ ചില കുരുത്തക്കണ്ടപ്പെട്ട വഴികളിലൂടെ പോകുമ്പോ അവരെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത്, അവരെ കുറിച്ച് ചീത്ത കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അപ്പനും അമ്മയും ചിലപ്പോഴൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാനായി പോയല്ല ഇവന് ജന്മം നൽകിയത്, ഞാനായി പോയല്ല ഇവന്റെ അപ്പനും അമ്മയും എന്ന് പറഞ്ഞാൽ അവന്റെ ദുഷ്ടത കാണുമ്പോ ജന്മം നൽകിയവർക്ക് ഒരു വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട മകനെ മകളെ, നീ ഒരു ചിന്ത കൊണ്ട് പോലും പാപം ചെയ്യുമ്പോ ദൈവം ഹൃദയം പൊട്ടി കരയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം പരിതപിച്ചു. വചനം പഠിപ്പിക്കുകയാണ്, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന് തോന്നുന്ന പോലത്ത് തന്നെയുള്ള എല്ലാ വിഷമങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് യേശു കൊത്ത മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പാപം ഒഴികെ എല്ലാ അവസ്ഥകളുടെയും യേശു കടന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. പറയാ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നത്, നീ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ ദൈവപുത്രനെ വീണ്ടും വീണ്ടും കുരിശ് തറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നീ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോ വീണിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും വീഴുമ്പോ നീ ദൈവപുത്രനെയാണ് വീണ്ടും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിന് അങ്ങേയറ്റം വേദനയാണ് ഓരോ വ്യക്തികളെ ഓരോ പാപങ്ങളും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 1 കോരിന്തോസ് 8:12 പരിശുദ്ധാത്മാവ് വചനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായാണ് പാപം ചെയ്യുന്നത്. ഒരാൾക്ക് പിടിച്ചിട്ട് 4 അടി വെച്ച് കൊടുത്തു, അവന് കള്ളക്കേസ് കുടുക്കി, അവനെ വേദനിപ്പിച്ചു, ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി, മക്കളെ ജീവിത പങ്കാളി വേദനിപ്പിച്ചു. അങ്ങനെ നീ സഹോദരർക്കെതിരെ പാപം ചെയ്യുമ്പോഴും ചെയ്തത് സഹോദരർക്കെതിരെയാണ്, കൊള്ളണത് ദൈവത്തിനാണ്. ചെയ്തത് അങ്ങോട്ട്, കൊള്ളണത് ഇങ്ങോട്ട്. പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഒരു മകൻ പുറത്ത് അടിപിടി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നവർക്ക് അതിന്റെ വിഷമമുണ്ട്, അപ്പനും അമ്മയ്ക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്.
എന്ന് പറഞ്ഞ ദൈവം പറയാണ്, നീ പുറത്തു പോയി നീ സഹോദരക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അവരുടെ ദുർബല മനസാക്ഷി നീ മുറിപ്പെടുത്തുമ്പോ, എങ്ങനെ മനസാക്ഷി മുറിപ്പെടുത്തുന്നത്? അവർക്കൊരു ഉതപ്പ് നൽകുമ്പോ അത് മനസാക്ഷി മുറിപ്പെടുത്തലാണ്. അങ്ങനെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോൾ നീ ക്രിസ്തുവിനെതിരായാണ് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യേശു ക്രിസ്തുവിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന പ്രവൃത്തിയാണ്, ദൈവപിതാവിനെ കരയിപ്പിക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനെ പാപത്തിൽ നിന്ന് തടയുന്നു. പാപം ചെയ്യാൻ ആരോടും അവിടുന്ന് കൽപ്പിച്ചിട്ടില്ല. ഒരു ചെറിയ പാപം പോലും ചെയ്യാൻ അവിടുന്ന് ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 9-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മുടെ സാവൂള് പൗലോസ് ആകുന്നതിന് മുമ്പ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അവനെ കുതിരപ്പുറത്ത് നിന്ന് തള്ളി താഴെയിട്ടിട്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 9-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുലിഖിതം. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് സാവൂൾ കേട്ടു. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ. ഉറക്കെ പ്രാർത്ഥിക്കാം, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ. എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ, എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കുന്നു. യേശുവേ, യേശുവേ, ഞാൻ മറ്റുള്ളവർക്കെതിരെ പാപം ചെയ്യുമ്പോഴും മറ്റുള്ളവർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അങ്ങയെയാണ് വേദനിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകുന്ന ഈ വചനങ്ങൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 51-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ തിരുലിഖിതത്തിൽ Psalms 51 verse 4, സങ്കീർത്തനം 51:4 ദാവീദ് ബത്ശബയുമൊത്ത് പാപം ചെയ്ത് വ്യഭിചാരം ചെയ്ത് അതുപോലെ തന്നെ കൊലപാതകം നടത്തിയതിനു ശേഷം ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഒരാളെ ഒരു അശുദ്ധ ചിന്തയോട് നോക്കി, ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു കഴിഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴി കിടക്കുന്ന സാധനം എടുത്തോണ്ട് പോയി, ആരെന്ന് അറിയാൻ പാടില്ല, ആർക്കും വരെ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മകനെ, മകളെ, ദൈവത്തിന്റെ ഹൃദയം നിന്നെ ഓർത്ത് കരഞ്ഞു കഴിഞ്ഞു. കാരണം വചനം പഠിപ്പിക്കുകയാണ്, അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമുക്ക് പാപത്തേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. എന്താണ് കാരണം? അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന മറ്റൊരു തിരുവചന ഭാഗം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തിയുടെ പുസ്തകം 39-ാമത്തെ അധ്യായം, ചാപ്റ്റർ 39. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പൂർവ്വ ജോസഫിനെ പൊത്തിഫാറിന്റെ ഭാര്യ പാപം ചെയ്യിക്കാൻ വേണ്ടി പ്രലോഭിപ്പിച്ച്. ജോസഫ് പാപം ചെയ്തില്ല. അങ്ങനെ ജോസഫ് പാപം ചെയ്യാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് ജോസഫ് പാപം ചെയ്യാതിരുന്നു എന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തി കിട്ടുന്ന ഒരു തിരുവചന ഭാഗം അവിടെയുണ്ട്. അതിങ്ങനെയാണ്, ജെനസിസ് ചാപ്റ്റർ 39 verse 9, ഉൽപ്പത്തി 39:9. ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരായി പാപം ചെയ്യുക? ആ വചനത്തിന്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കിയേ. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പൊത്തിഫാറിന്റെ ഭാര്യ പാപം ചെയ്യിക്കാനുള്ള ഫ്രീ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞ്. അപ്പൊ ജോസഫ് പറയാണ്, ഞാൻ വളരെ സമ്മതത്തോടുകൂടിയൊക്കെ പാപം ചെയ്താലും, ജോസഫ് പറയാണ്, ഞാൻ ഇങ്ങനെ പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ടാ, ഞാൻ ദൈവത്തിനെതിരെ ചെയ്യുന്നത്. അത് ജോസഫ് പറയാണ്, ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് അങ്ങേക്കെതിരെ പാപം ചെയ്യുക? അതുകൊണ്ട് ജോസഫ് പാപത്തിൽ നിന്ന് വിട്ടോടിപ്പോയി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കുന്ന പ്രവൃത്തിയാണ് പാപം എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അതിനാണ് പൗലോസ് പറഞ്ഞത്, പാപം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു, പാപം പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കുന്നു,
പാപം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, പാപം പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്നു, വേദനിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു, നിർവീര്യമാക്കുന്നു. അങ്ങനെ നിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ വെച്ച് നിർവീര്യമായി പോണത് ദൈവത്തിന് സഹിക്കാൻ കഴിയില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം മാക്സിമം നമ്മളെ പാപത്തിലേക്ക് വിടാതെ തടയാൻ നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 20. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സംഭവം എങ്ങനെയാണ്? അവിടെ അബിമേലെക്ക് എന്ന് പറഞ്ഞ രാജാവ്, അബിമേലെക്ക് എന്ന് പറഞ്ഞ രാജാവ് അബ്രാഹത്തിന്റെ ഭാര്യ സാറായിയെ സ്വന്തം ഭാര്യയാക്കാൻ തീരുമാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ സഹോദരിയാണ് സാറ എന്ന് വിചാരിച്ചിട്ടാണ് ഭാര്യയാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അവളെ പ്രാപിക്കാൻ ഒരുങ്ങുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞത്, ദൈവം വന്നിട്ട് അവനെ ആ പാപപ്രവൃത്തി അങ്ങോട്ട് തടഞ്ഞു, പാപം ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ തടഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കുക സഹോദരങ്ങളെ, എനിക്കെതിരായി പാപം ചെയ്യുന്ന ഞാനാണ് നിന്നെ തടഞ്ഞതെന്ന്. എന്ന് പാപം ദൈവത്തിനെതിരെ ആയതുകൊണ്ട് അവൻ ആ പാപപ്രവൃത്തി ചെയ്യുന്ന ദൈവം അവനെ തടഞ്ഞു. അതുകൊണ്ട് എഴുതപ്പെട്ട തിരുവചനം നിനക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ആ പാഠം ഇതാണ്, പാപത്തിൽ നിന്ന് തടയുന്ന ഒരു ദൈവമുണ്ട് ബൈബിൾ. പാപത്തിൽ നിന്ന് തടയുന്ന ഒരു ദൈവമുണ്ട് ബൈബിളിൽ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം വിചാരിക്കരുത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മറ്റൊരു സംഭവം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി 19:16. അവിടെ നമ്മുടെ ലോത്തും കുടുംബം വസിക്കുന്ന ഒരു സ്ഥലം, സോദോം ഗൊമോറ സ്വവർഗഭോഗത്തിലും സകലവിധം മ്ലേച്ഛതകളിലും അശുദ്ധിയിൽ ഇങ്ങനെ പെരുകിയിരിക്കുകയാണ്. ആ സോദോം ഗൊമോറ വലിയ നാശം വന്ന് പതിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വന്ന് പതിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കാണുന്ന സംഭവം ഇങ്ങനെയാണ്, ലോത്ത് ആ ദേശം വിട്ട് പോകാതെ അവിടെ ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞ് വിട്ടുപോക്കോളാൻ പറഞ്ഞ്, ഇല്ല അവൻ നശിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവം നേരിട്ട് വന്നിട്ട് അവൻ ആ പാപികളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് നശിക്കാതിരിക്കുന്നതിന് വേണ്ടി ദൈവം വന്നിട്ട് അവന്റെ കരം പിടിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. അതിന് ജെനസിസ് ചാപ്റ്റർ 19:16, ഉൽപ്പത്തി 19:16. അവൻ മടിച്ചു നിന്നും കർത്താവിന് അവനോട് കരുണ തോന്നിയത് കൊണ്ട് ആ മനുഷ്യൻ ദൈവത്തിന്റെ സാന്നിധ്യം അവനെയും ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി വിട്ടു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന്റെ സ്ഥലത്ത് നിന്ന് പാപത്തിൽ നിന്ന് തടഞ്ഞ് ദൈവം അവനെ കൈക്ക് പിടിച്ച് മാറ്റി വിടുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് സംഗതി മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം സഹോദരങ്ങളെ, ഇപ്പൊ ഒരു തീയുടെ അടുത്തേക്ക് കുട്ടി പോകും വിചാരിക്കുക. കുട്ടികൾ തീ നല്ല സന്തോഷമുള്ള സംഗതിയാണ്, അത് എടുക്കാൻ വേണ്ടി പോവാ. എന്ത് ചെയ്യാം? അപ്പൊ തന്നെ മാതാപിതാക്കന്മാരോ മുതിർന്നവരോ അതിനെക്കുറിച്ച് തിരിച്ചറിവുള്ളൂ എല്ലാവരും കയറിയ കുട്ടിയെ തടയും. തോടിന്റെ അടുത്തേക്ക് പോയി നമ്മൾ തടയും, വഴിയുടെ അടുത്തേക്ക് കൊച്ചോടി പോയി തടയും. എന്ന് പറഞ്ഞതുപോലെ നീ ഓരോ പാപത്തിന് ചുവടും വെക്കുമ്പോ ദൈവം നിന്നെ പല വിധത്തിൽ തടയാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള സംഗതി അതിന്റെ അപ്പുറത്തുണ്ട്. അതെന്നറിയാവോ? നീയും ഞാനും പാപത്തിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്, ദൈവം നീ പാപം ചെയ്യാതിരിക്കാൻ തടഞ്ഞിട്ട് ആ കൈ തട്ടി മാറ്റിയിട്ടാണ് നമ്മൾ പാപത്തിലേക്ക് പോണത്. എല്ലാ വ്യക്തികളും ദൈവം തടയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരു വ്യക്തിയുടെ പാപത്തിലേക്ക് കൊണ്ട് തകർച്ച എന്ന് പറയുന്നത് തടയുന്ന ദൈവത്തിന്റെ കയ്യും കൂടെ തട്ടി മാറ്റിയുള്ള നെട്ടോട്ടമാണ് പാപത്തിലേക്ക് കൊണ്ട് നിന്നെ എന്നെ മൂക്കുകുത്തിക്കുന്നത്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഞാൻ ഓർക്കാണ് ഒരു വ്യക്തിനെ പറഞ്ഞിങ്ങനെയാണ്, ഒരു വ്യക്തി പറയാണ്, അച്ഛാ ആ അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ പാപം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് രണ്ടുപേര് ബൈക്കിൽ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് തട്ടിമറിഞ്ഞ് എന്തായാലും യാത്ര ഇങ്ങോട്ട് മുടങ്ങി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പിന്നെ ധ്യാനം കൂടി എന്നോട് പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ അന്നത് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോവായിരുന്നു. അതുകൊണ്ട് പലവിധ മേഖലകളിലൂടെ ദൈവം നമ്മളെ തടയുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നിങ്ങൾ നോക്കൊക്കെ ആ ബാലാബാല സംബന്ധം ചിന്തിച്ച് നോക്കിയേ. അതായത് ഇസ്രായേലിനെതിരെ ശാപവാക്കുകൾ പറഞ്ഞ് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പ്രവാചകനെ കൂട്ടിക്കൊണ്ട് വരുമ്പോ ഒരു കഴുത കയറിയിട്ട് വഴി അങ്ങോട്ട് തടഞ്ഞു നിർത്തുക, പോകാൻ സമ്മതിക്കാതെ വഴി തടഞ്ഞു നിർത്തുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പല വിധത്തിൽ ദൈവം നമ്മളെ തടയുന്നുണ്ട്.
ദൈവ സഹായത്തോടെ അധ്വാനിക്കുന്ന പാപത്തിൽ വീഴുകയില്ല. പ്രഭാഷകന്റെ പുസ്തകത്തില് 24-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ 20 ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 24 വേഴ്സ് 22 വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. അതുകൊണ്ട് തടയുന്ന ദൈവത്തിന്റെ തടയൽ കാണാൻ കണ്ണ് തുറന്നിരുന്ന പാപത്തിലേക്ക് വീഴുകയില്ല. ജ്ഞാനത്തിന്റെ പുസ്തകം ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിന് 14-19 ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3 വേഴ്സ് 14-19 വചനം പഠിപ്പിക്കുകയാണ്: അവൻ കർത്താവിനെ പ്രീതികരനെ പ്രവർത്തിക്കുന്നുണ്ട്, തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ രക്ഷിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ലോത്തിനെ രക്ഷിച്ചതുപോലെ നീ ഒരു പാപത്തിന്റെ കൂട്ടുകെട്ടി പോയി ചാടുമ്പോ, പാപത്തിന്റെ സാഹചര്യം ചാടുമ്പോ ദൈവം നിന്നെ അവിടുന്ന് രക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 102-ാമത്തെ സങ്കീർത്തനത്തിൽ സാംസ് 102 103-ാമത്തെ സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ 20 സങ്കീർത്തനം 103:12 അവിടെ വചനം പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അത് ചിലപ്പോൾ ചില മുന്നറിയിപ്പുകളിലൂടെ താക്കീതുകളിലൂടെ ഒക്കെ ദൈവം തന്നുകൊണ്ടിരിക്കും. മത്തായി 26:34 പത്രോസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് കണ്ടിട്ട് പത്രോസ് കർത്താവിനെ തള്ളി പറയാൻ പരിശ്രമിക്കുന്നത് കണ്ടിട്ട്, ഒറ്റിക്കൊടുക്കാൻ യൂദാസാണ്. യൂദാസിന്റെ മനസ്സിൽ കർത്താവ് പ്രാവശ്യം തടഞ്ഞിട്ടുണ്ട്, പക്ഷേ അവനത് കൂട്ടാക്കിയില്ല. പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളി പറയാൻ വേണ്ടി പരിശ്രമിക്കുന്നത് കർത്താവ് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അങ്ങനെ സംഭവം നാന്ന് കണ്ട് കർത്താവ് മുൻകൂട്ടി ഒരു മുന്നറിയിപ്പ് കൊടുത്തു: ഇതാ കോഴി 3 പ്രാവശ്യം ഈ കോഴി കൂവുന്നതിന് മുമ്പ് നീ തള്ളി പറയാൻ ഇടവരുന്ന 10-ാമത്തെ കർത്താവ് ഒരു താക്കീത് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സൂചന കൊടുത്തു. ആ മുന്നറിയിപ്പുകളിലൂടെ, മനസാക്ഷിയുടെ സ്വരത്തിലൂടെ എല്ലാം കർത്താവ് പലപ്പോഴും നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അധികാരികളിലൂടെ, മാതാപിതാക്കന്മാരുടെ, വൈദികരിലൂടെ, പല വിധത്തെ സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ തടയുന്നുണ്ട്. ഈ തടയൽ കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ബുക്ക് ഓഫ് വിസ്ഡം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പാപികൾ പാപവിമുക്തരാകാനും അങ്ങ് പ്രത്യാശ അർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് ആ ഒറ്റിക്കൊടുക്കപ്പെടുന്ന രാത്രിയിൽ അന്ത്യത്യാഴ സമയത്ത് കർത്താവ് കൊടുത്തതാണ്. ആ സമയത്ത് മനസ്സിലാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. കോഴി ഇന്ന് 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളി പറയുന്ന കർത്താവ് പത്രോസിന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കർത്താവ് മുന്നറിയിപ്പിലൂടെ എല്ലാം കർത്താവ് നമ്മളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഈ കർത്താവിന്റെ തടയലുകളും കർത്താവിന്റെ മുന്നറിയിപ്പുകളും കാണുകയും അതേസമയം തന്നെ മറ്റൊരു കാര്യങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യണം? ദൈവം അനേകരെ പാപത്തിൽ നിന്ന് തടയാൻ പരിശ്രമിക്കുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യും കൊടുത്താണ് വേണം. അത് നമ്മൾ കാണുന്നത് യാക്കോബസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 19-20 തിരുവചനങ്ങൾ: എന്റെ സഹോദരരെ, നിങ്ങൾ ഒരാൾ സത്യത്തിന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തെ പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വേറൊരു വ്യക്തി പാപത്തിലേക്ക് പോകുന്ന നീ കാണുമ്പോൾ നിനക്കത് മനസ്സിലായാൽ നീ ആ വ്യക്തി എങ്ങനെയെങ്കിലും തടയണം. കാരണം ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ നിനക്ക് അവസരം കിട്ടുകയാണ്. പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇച്ചിരി കശപിച്ച് കാണിക്കുമ്പോൾ, കുറെ സമയം TV കാണുമ്പോ, അല്ലെങ്കിൽ കുറെ സമയം ഇരുന്ന് അത് ഇത് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രേമൊക്കെ ചീത്ത കുട്ടികളെ പോണ സമയത്ത് ആ പിള്ളേരല്ലേ കുറച്ചൊക്കെ പ്രായത്തിനുണ്ടാവും, ഇത് സാരമില്ല, അങ്ങനെ കണ്ണടച്ചിരിക്കല്ലേ ചെയ്യേണ്ടത്. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടത്തിലുള്ളവരെല്ലാം കൂട്ടുകൂടി മദ്യപിക്കാൻ പോകുമ്പോ നീ അതിനെ തടയണം. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം മുന്നറിയിപ്പ് നൽകാൻ എനിക്ക് നിനക്ക് ഉത്തരവാദിത്വം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2-3 ചിന്തകൾ നമ്മുടെ മനസ്സിൽ പതിയണം. പാപജൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല ദൈവം. മറിച്ച് ദൈവം നമ്മളെ പാപത്തിന് തടയുകയാണ്. എന്താണ് കാരണം? നമ്മളെ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ തിരിച്ചു വരവിന് വേണ്ടി സ്വർഗ്ഗത്തിൽ പിതാവ് കാത്തിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്ന പോലെ ദൈവത്തിന് ദുഃഖമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം പുറകെ വന്ന് തടയുകയാണ്.
പലവിധ മേഖലയുടെ ഐക്യപ്പെടുത്തി തടയും, ചില തടസ്സങ്ങൾ സൃഷ്ടിച്ച് തടയും, മുന്നറിയിപ്പ് തന്ന് തടയും. നമ്മൾ പാപത്തിലേക്ക് പോണത് തടയുന്ന ദൈവത്തിന്റെ കൈ തട്ടിമാറ്റിയാണ് പാപത്തിലേക്ക് പോണത്. Praise the Lord. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ തടയുന്ന ദൈവത്തെ കണ്ട ഓർമ്മ മനസ്സിൽ വേണം. അതാണ് ജോസഫ് പ്രാർത്ഥിച്ചത്, അങ്ങേക്കെതിരെ എങ്ങനെ ഞാൻ പാപം ചെയ്യും? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി നിന്റെ അറിവോടുകൂടി പാപത്തേക്ക് പോകാൻ സമ്മതിക്കരുത്. നഖശികാന്തം തടയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. Praise the Lord. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു അഭിഷേകം നമ്മൾക്ക് തുറന്നു കിട്ടണം. പാപം അങ്ങേയറ്റം ദൈവത്തെയാണ് വേദനിപ്പിക്കുന്നത് എന്ന ചിന്ത മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കാൻ, എൻ്റെ ആത്മാവ് ദൈവപിതാവിൻ്റെ അടുക്കലേക്ക് പോകണ്ടെന്നുള്ള ഓർമ്മ മനസ്സ് സൂക്ഷിക്കാൻ. അതിലുപരി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം, അനേകരെ പാപത്തിൽ നിന്ന് തടയുന്ന ഒരവസ്ഥ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ടൊന്ന് വിലയിരുത്തി ചിന്തിക്കാം. ഇന്നേവരെ എത്രയോ പാപങ്ങളിലേക്ക് പോയി തകർന്ന് തടയുന്ന ദൈവത്തെ പോലും കാണാൻ പറ്റാതിരുന്നത് കൊണ്ടല്ലേ ഇത്? രണ്ട് കരങ്ങളും തുറന്ന് പിടിച്ച് കുറേ സമയം ഇപ്പോൾ പെയ്തിറങ്ങിയ വചനങ്ങൾ മുഴുവൻ അഭിഷേകം ഞങ്ങൾ ഹൃദയത്തിൽ നിറയട്ടെ. ഈ വചനങ്ങൾ വേര് പാകണം. വചനം വിത്താണ്, അത് ഹൃദയത്തിൽ വിതച്ചു, ഇനി അത് പൊട്ടിമുളയ്ക്കണം. അതിന് പരിശുദ്ധാത്മാവ് നിറയണം. അങ്ങനെ പൊട്ടിമുളച്ച് ഫലം പുറപ്പെടുവിക്കണം. ഈ വചനങ്ങൾ മുഴുവൻ ഇന്നോ നാളെയോ ഫലം പുറപ്പെടുവിക്കണം. മരിക്കുന്നത് വരെ ഫലം പുറപ്പെടുവിക്കുന്ന വചനമാണ് കർത്താവ് ഇപ്പോൾ ഹൃദയത്തിൽ വിതച്ചിരിക്കുന്നത്. കരങ്ങൾ തുറന്ന് പിടിക്കട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തുറന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കരങ്ങൾ ചേർന്ന് കരങ്ങൾ തുറന്ന് പിടിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഓ കർത്താവായ ദൈവമേ, അങ്ങ് നേരിട്ട് ഇപ്പോൾ ഹൃദയത്തിലേക്ക് വിതച്ച ഈ വചനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ. ഞങ്ങളെ നിറയണമേ, നിറഞ്ഞ് കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഓ പരിശുദ്ധാത്മാവെ, വിത്താകുന്ന വചനത്തിന് മുകളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് ഫലം പുറപ്പെടുവിക്കാൻ, പാപം ചെയ്യാതെ പാപത്തിൽ നിന്ന് തടയുന്നതിന് ജീവൻ നയിക്കാൻ കൃപ നൽകണമേ. കാര്യങ്ങൾ ഇത് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കാര്യങ്ങൾ ഉയർത്തി ചേർന്ന് ഉറക്കെ പാടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ ആത്മാവേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ.